വൈക, നിനക്കൊട്ട് സ്റ്റാമിനയില്ലല്ലോ പെണ്ണെ എന്നും പറഞ്ഞ് അവൻ അവളെ ഒന്ന് നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തു. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി. ഹാളിലായിരുന്നു. സമയം അതിക്രമിച്ചു. അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. പെട്ടെന്ന് അവൾ സ്റ്റാൻഡിൽ നിന്നൊരു ബുക്കെടുത്ത് അവൻ്റെ നോട്ടത്തിന് മറതീർത്തു. അത് ധ്രുവിനെ നന്നായി ചൊടിപ്പിച്ചു. വൈക, വൈക എന്നും വിളിച്ച് അവൻ അവളുടെ മടിയിലായി കയറി കിടന്നു. അങ്ങനെ അവളങ്ങനെ തറഞ്ഞിരുന്നു പോയി. പെട്ടെന്നാണ് വൈകയുടെ ഫോണിലേക്ക് കോൾ വന്നത്. അവൾ പെട്ടെന്ന് അവൻ്റെ തല സോഫയിലായി പതിയെ വെച്ചു. എന്നിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പെട്ടെന്ന് അവൾ കേൾക്കാൻ പാടില്ലാതെ എന്തോ കേട്ടതുപോലെ അവളുടെ 2 കണ്ണുകളും പുറത്തേക്ക് തള്ളി. അവൾ സോഫയിൽ കിടക്കുന്ന ധ്രുവിനെ ഒന്ന് നോക്കി. അവൾ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് ധ്രുവ് തലചരിച്ച് അവളെ തന്നെ നോക്കി അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. വൈക, വൈക. അതൊരു അലർച്ചയായിരുന്നു. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി അവനെ ഒന്ന് നോക്കി. എനിക്ക് പോകണം. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. മുഖം മൊത്തം ദേഷ്യവും മുഖവും മൂക്കുമെല്ലാം ചുവന്ന് കയറുന്നു. വൈകയ്ക്ക് പേടിയായി. അവൾക്ക് അവൻ്റെ ആ ഭാവം അവളെ നന്നായി തളർത്തുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ അവൾ പിടുത്തമിട്ടു. അവൻ അവളുടെ കയ്യിലേക്ക് മാറി മാറി നോക്കി. എന്താ ഇപ്പോൾ ഇതിങ്ങനെ? എനിക്ക് പേടിയാവുന്നു ധ്രുവ് എന്നും പറഞ്ഞ് അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. വൈക, ഡി പെണ്ണെ, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ? വേണ്ട, ഞാൻ പോകില്ല. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ കൊള്ളിക്കുന്ന പോലെ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അത് വൈഭവ് ചേട്ടനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. അതാ അവൻ്റെ മുഖം വീണ്ടും ചുവന്ന്. എനിക്ക് വൈഭവ് ഒരു സഹോദരനെ പോലെയാണ്, സ്വന്തം ചേട്ടനെ പോലെ. അങ്ങനെ കണ്ടതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റത്. അതും പറഞ്ഞ് വൈക വീണ്ടും കരഞ്ഞു. പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടതും വീണ്ടും അവൾ അവനിലേക്ക് ചേർന്നു. അവൻ്റെ മുഖമൊന്നയഞ്ഞു. അവൻ അവളെ ബലമായി പിടിച്ച് നേരെ നിർത്തി. എന്നിട്ട് അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിലേക്ക് വെച്ചു. വേണ്ട. അവൻ അവളെ എടുത്ത് അവളുടെ റൂമിലേക്ക് പോയി. അവൻ ബെഡിലേക്ക് കിടത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് അവൾ അവനെ ഒന്ന് നോക്കി. അവൻ എന്താ എന്ന പോലെ പുരികം ഉയർത്തി ഒന്ന് ചോദിച്ചു. അവൾ പതിയെ അവനോട് ചോദിച്ചു, പോകണ്ടേ ധ്രുവിന്? വേണ്ട എന്ന പോലെ അവൻ തല ചലിപ്പിച്ചു. അവളെ ഒന്ന് നോക്കി അങ്ങനെ കിടന്നു. അവൻ മുന്നോട്ടാഞ്ഞു. വളരെ പതിയെ അവളിലേക്ക് അവൻ അമർന്നു. അവളുടെ കാൽവിരലിൽ നിന്നും ഒരു തെറിപ്പ് മുകളിലേക്ക് കയറി. ഇത്രയും അടുത്ത് അവൾ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അവളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തതും അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ ഒന്ന് നുണഞ്ഞു. പെട്ടെന്ന് അവൻ അവളുടെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിക്കിടന്നു. വേണ്ട പെണ്ണെ, ശരിയാകില്ല. വൈക, നീ കരയുന്നത് എനിക്ക് വേണ്ടിയാവണം. മറ്റാർക്കും അവിടെ സ്ഥാനമില്ല. ചിന്തിക്കുന്നത് നമ്മളുടെ ലൈഫ് അതാവണം. നിൻ്റെ മനസ്സിൽ മറ്റാർക്കും ഒരു സ്ഥാനം ഉണ്ടാകരുത്. അവൻ ബെഡിലായി എണീറ്റിരുന്നു. വൈക, നിനക്കൊരു 10 minutes ടൈം ഞാൻ തരും. അത് 2 days നിൽക്കാനുള്ളത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് പുറത്ത് വരണം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാനിറങ്ങി. എന്നിട്ട് തിരിഞ്ഞ് അവൻ അവളെ ഒന്ന് നോക്കി. വൈക, എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുത്തരുത് നീ. ധ്രുവ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇപ്പോൾ ധ്രുവിൻ്റെ ഔട്ട് ഹൗസിലേക്ക് ഫുഡുമായി വന്നതായിരുന്നു അഞ്ജു. പുറംതിരിഞ്ഞ് നിന്ന പീറ്റർ അത് കണ്ടില്ല. മത്തായിച്ചനാണെന്ന് കരുതിയ പീറ്റർ ഫുഡ് ടേബിളിലേക്ക് വെക്കാനായി പറഞ്ഞു. എന്നിട്ട് ഷർട്ട് പതിയെ ഊരിയതും അഞ്ജു പെട്ടെന്ന് പുറംതിരിഞ്ഞു നിന്നു. ദേവിയേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചതും പീറ്റർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അഞ്ജുവിനെ അവിടെ കണ്ടതും അവന് നന്നായി വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. നീ എന്താ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അവൾ മുഖം താഴ്ത്തി അങ്ങനെ നിന്നു. അവൻ പയ്യെ അവളുടെ മുഖം പിടിച്ചുയർത്തി. അപ്പോൾ പെണ്ണിൻ്റെ വിറയ്ക്കുന്ന ചുണ്ടും ചോര തൊട്ടെടുക്കാൻ പാകത്തിനുള്ള മുഖവും അവനെന്ന പുരുഷനെ ഉണർത്തി. അത് മനസ്സിലാക്കിയതും അവൻ അവളിൽ നിന്നും അകന്നു നിന്നു. അവൾ പതിയെ ഒരു കണ്ണ് തുറന്ന് നോക്കി. അവളുടെ മുന്നിൽ ശൂന്യമാണെന്ന് കണ്ടതും അവൾ പുറത്തേക്ക് പോകാനായി തിരിഞ്ഞതും റൂമിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. അഞ്ജു പിന്നിലേക്കൊന്ന് എത്തി നോക്കി. അത് പീറ്ററിൻ്റെ റൂമിൽ നിന്നായിരുന്നു ആ സൗണ്ട് വരുന്നത്. അവൾ എന്തും വരട്ടെ എന്ന പോലെ റൂമിനുള്ളിലേക്ക് കയറി. മുറിവിൽ മരുന്ന് വയ്ക്കുന്ന പീറ്ററിനെ കണ്ടതും അവൾ ഓടി അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. ഇത് എന്നാ പറ്റിയതാ? കണ്ണിൻ്റെ പിടപ്പും ആകുലത നിറഞ്ഞ ചോദ്യവും അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു പോയി.
പെട്ടെന്ന് അഞ്ജു മുറിവ് വൃത്തിയാക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ചു തള്ളി. തള്ളലിൻ്റെ ആഘാതത്തിൽ അവൾ നടുവും തല്ലി വീണു. അയ്യോ അമ്മേ! ഒരു നിലവിളി അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. അത് പീറ്ററിന് സങ്കടമുണ്ടാക്കി. എന്നാലും അവൻ അവളിൽ നിന്നും അത് മറച്ചു പിടിച്ചു. എന്നിട്ട് അവളോടായി പറഞ്ഞു, ഡീ പുല്ലേ, മേലിൽ എൻ്റെ ദേഹത്ത് തൊടാനും തട്ടാനും വന്നാൽ എൻ്റെ കൈയുടെ ചൂട് മോളറിയും. അതും പറഞ്ഞ് അവൾ അഞ്ജുവിനെ പുറത്താക്കി ശക്തിയിൽ വാതിലടച്ചു. അഞ്ജുവിന് വളരെയധികം വേദന ഉണ്ടാക്കി. അവൾ പതിയെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അഞ്ജു പുറത്തേക്ക് നടന്നു. വാതിലടച്ച് കുറ്റിയിട്ട് വാതിൽ ചാരി നിന്ന് പീറ്റർ പറഞ്ഞു, പാടില്ല. അവളെ വെറുതെ പോലും എന്നിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ട. വാളെടുത്തവൻ വാളാൽ. അതാണ് എൻ്റെ ജീവിതം. അങ്ങനെയുള്ളപ്പോൾ അറിഞ്ഞ് ഒരു പാവം കൊച്ചിൻ്റെ ജീവിതം വേണ്ട, ഒന്നും വേണ്ട. അന്നും ഇന്നും ഇനിയും പീറ്റർ ഒറ്റയ്ക്ക് മതി. ഇപ്പോൾ ധ്രുവിൻ്റെ കാർ പോർച്ചിലേക്ക് കയറ്റി വൈഗയുടെ കൈയും പിടിച്ച് അവൻ അകത്തേക്ക് കയറി. കോളിംഗ് ബെല്ലടിച്ചു. മത്തായിച്ചൻ വന്ന് വാതിൽ തുറന്നു. വൈഗയെ കണ്ടതും മത്തായിച്ചൻ്റെ കണ്ണുകളൊന്നു വിടർന്നു. മോളെ വൈഗേ, സുഖമാണോ എന്ന് പറഞ്ഞ് മത്തായിച്ചൻ അവളുടെ കയ്യിലായി പിടിച്ചു. ധ്രുവ് ചിരിച്ചുകൊണ്ട് മത്തായിയോട് ചോദിച്ചു, മത്തായിച്ചൻ എങ്ങനെ അറിയാം വൈഗേ? അത് കുഞ്ഞെ, മാധവ് സാർ ഉള്ളപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സാറിന് വലിയ കാര്യമായിരുന്നു. അത് പറഞ്ഞതും ധ്രുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ തല കുനിച്ച് റൂമിലേക്ക് പോയി. പോകുന്ന പോക്കിൽ അവൻ മത്തായിയോട് പറഞ്ഞു, മത്തായിച്ച, ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് വൈഗയ്ക്ക്. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞതും എന്തിലോ ചെന്നിടിച്ചു. അവൻ മുഖമുയർത്തി നോക്കുന്നതിന് മുന്നേ മോളെ വൈഗേ എന്നൊരു നീട്ടി വിളിയായിരുന്നു അവളെ തേടിയെത്തിയത്. എബിയെ അവിടെ കണ്ടതും വൈഗയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അവളുടെ സന്തോഷം 10 മടങ്ങ് ഇരട്ടിച്ചു. അവൻ വന്ന് അവളെ ഹഗ് ചെയ്തു. എബി, നീ ഇവിടെ ഉള്ള കാര്യം? ധ്രുവ് പെട്ടെന്ന് അവൾ എല്ലാവരെയും ഒന്ന് പാളി നോക്കി. അല്ല, ധ്രുവ് സാർ പറഞ്ഞില്ല. അവൾ പെട്ടെന്ന് ധ്രുവിൻ്റെ മുഖമുയർത്തി നോക്കി. അവൻ്റെ ആ നോട്ടം അവൾക്ക് മനസ്സിലായി. സാറെന്നുള്ള കാര്യം അവൻ അത്ര കേട്ട് ബോധിച്ചില്ല എന്ന്. അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിന് മറ തീർത്തുകൊണ്ട് എബി ധ്രുവിൻ്റെ മുന്നിലായി കയറി നിന്നു. അല്ലടാ, നീ ഇവളെ അടിച്ചുകൊണ്ട് വന്നതാണോ? അപ്പം എപ്പോഴാ കെട്ട്? എന്തോ പറയാൻ വന്നതും എബിയുടെ വായിൽ പൊത്തിപ്പിടിച്ച് അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞു.